ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ സംസാരിക്കുമ്പോണ്ടല്ലോ ആൾക്കാർ എന്റെ മണ്ടയ്ക്കോട്ട് കയറാൻ വരും. അവൻ ചെയ്ത തെറ്റിനെ മറച്ചു വെക്കാനായിട്ട് ഈ അടിമകളായിട്ടുള്ള കുറെ ആൾക്കാരുടെ ശ്രമം എന്തിനാണെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നില്ല. ഇപ്പം കണ്ടില്ലേ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവന്റെ സ്വരം ആണെന്ന് അവൻ സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇവിടുത്തെ അടിമകളായിട്ടുള്ള ചില കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവർക്ക് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാ വലിയ താല്പര്യം. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമെന്നേ. എന്നിട്ട് വേണം നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ. അല്ലാതെ ചുമ്മാ അടിമകളെ പോലെ ചില വീരവാദങ്ങൾ മുഴക്കിയിട്ട് എന്ത് കാര്യമാണ്? തികഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായ ഞാൻ പോലും ഈ പാർട്ടി ഇത്രമാത്രം ഞാൻ വെറുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് അതാണെന്നേ. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് എത്രയാണെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അറിയാമോ? ഫണ്ട് കൃത്യമായിട്ടുണ്ട്. ആരാ പിരിച്ചെന്നോ, ഏത് അക്കൗണ്ടിലാണ്, എത്ര ബാലൻസ് ഉണ്ടെന്ന് ജനങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനെങ്കിലും ഈ നേതാക്കന്മാർ തയ്യാറാവണ്ടേ? എന്നാലല്ലേ ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ പ്രധാന ഒരു പ്രതിപക്ഷ നേതാവായ ഒരു കോൺഗ്രസ് പാർട്ടി, അവരുടെ നേതൃത്വത്തിന് പോലും എത്രയാണ് പിരിവെടുത്തെന്നോ, എത്ര കട്ടുമുടിച്ചെന്നോ, എത്ര മുക്കി നക്കിയെന്നോ ഒന്നും അറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വീട് പണിത് 2.5 കോടിയുടെ വീടാണ് അവൻ പണിതിരിക്കുന്നത്. അവൻ എവിടുന്നാണ് ഇതുപോലുള്ള വരുമാനം? അവ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പാലക്കാട് MLA ആയത്. ഇവന്റെ വരുമാന സ്രോതസ് എവിടുന്നാണ്? ഇതൊക്കെ വെളിപ്പെടുത്താൻ അപ്പം പറയും നിയമപരമായിട്ട് ഞാൻ പൊക്കോളാന്ന് പറയും. പക്ഷേ മനുഷ്യന്റെ മുമ്പിൽ അല്പം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു എബിലിറ്റി ഇവന് വേണ്ടേ? ജന്മം കൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനായി ജനിച്ചെന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഇതൊന്നും സഹിക്കേണ്ടി വരില്ല. ഞങ്ങളൊക്കെ തന്ന പിരിവ് മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രത്തോളം ബാലൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. എത്ര വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നത്? ഇടതുപക്ഷ സർക്കാർ ഇത് ഡിസംബർ ജനുവരിയോട് കൂടി താക്കോൽദാനം നടത്തും. നിങ്ങൾക്കിത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടെ? കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ കേട്ടോ.